മലയാളികളുടെ ഇഷ്ടവിഭവമായ അതായത് നമ്മുടെ ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 4 സവാള കട്ട് ചെയ്ത് എടുക്കുക. ഒന്നുമില്ല ചോപ്പറിൽ കട്ട് ചെയ്താലും മതി. നല്ല ചോപ്പറുള്ളവർക്ക് ചോപ്പറിൽ കട്ട് ചെയ്യാൻ നല്ല ഫൈൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വഴറ്റാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ചോപ്പറിൽ കട്ട് ചെയ്താൽ നന്നായിരിക്കും തന്നെ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ബീഫ് നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്തിട്ടൊരു കടായിലേക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു പാനിലേക്ക് ഇടുക. പാനിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി. ഇതിനകത്ത് മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല. മല്ലിപ്പൊടി എൻ്റെ മസാലപ്പൊടിയിൽ ഓൾറെഡി ഉണ്ട്. ഉപ്പ്, അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതിൻ്റെ മീതെ ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കുറച്ച് പകുതി അതിനകത്തിടുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കരിവേപ്പിൻ്റെ ഇല മീതെ ഇടുക. എന്നിട്ട് നല്ലോണം ഇത് എല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് കുഴയ്ക്കുക മീൻസ് ഒന്ന് നല്ലോണം കൈകൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. എന്നിട്ടൊരു കുറച്ച് ഗരം മസാല പൗഡർ, അത് സെപ്പറേറ്റ് ഗരം മസാല പൗഡർ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. എൻ്റെ മസാലപ്പൊടിയിൽ മല്ലിപ്പൊടി ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ആ പൊടിയെ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം തിരുമ്മിയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഷ്ടി അടച്ചു വയ്ക്കുക. കുക്കർ ചൂടാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇതെല്ലാം ഇടുക. ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണ്ടവർക്ക് മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. കുക്കറിൽ ഒരു 6 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം ഒരു പാനിൽ പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, പിന്നെ ഈ ചോപ്പ് ചെയ്ത സവാള ഇതെല്ലാം ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഈ കുക്കറിൽ വേവിച്ച വെള്ളം എന്തായാലും അതിനകത്ത് കുറച്ചുണ്ടാവും. അതെടുത്തിട്ട് ഈ ചീനച്ചട്ടിയിൽ ഒഴിച്ചാൽ മതി. അഡീഷണൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ വഴന്നോളും. നല്ലോണം വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ബീഫിനെ അതിനകത്തോട്ട് ഈ പാനിലോട്ട് കൂട്ടുക. കരിവേപ്പിൻ്റെ ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ ഒരു അരമുറി അല്ലെങ്കിൽ ഒരു കാമുറി എടുത്തിട്ട് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ അതും ഇതിലൊരു നല്ല ടേസ്റ്റായിട്ട് വരും. അത് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ അതിനകത്ത് വരും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ ഫ്രൈ ആക്കേണ്ടവർക്ക് കുറച്ച് നേരം കൂടി ആ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വതക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും.